ഗാർഹികം ഉൾപ്പെടെ അസംഘടിത തൊഴിലാളി സുരക്ഷയ്ക്ക് നിയമനിർമ്മാണം അന്തിമഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാചക തൊഴിലാളികൾക്ക് മിനിമം വേതനം നൽകുന്നതുൾപ്പെടെ സംസ്ഥാന സർക്കാർ തൊഴിലാളി പക്ഷത്തുനിന്ന് ഉറപ്പ് നൽകുന്നതായിരുന്നു കൊല്ലത്ത് നടന്ന മുഖാമുഖം. 57 വിഭാഗം തൊഴിലാളികളുടെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ രേഖപ്പെടുത്തി. സ്വന്തം ബോധ്യത്തിൽ നിന്ന് 1 മണിക്കൂർ നീണ്ട മറുപടി. ഗാർഹിക അസംഘടിത തൊഴിലാളി സുരക്ഷയ്ക്ക് നിയമനിർമ്മാണം അന്തിമഘട്ടത്തിൽ. സ്കൂൾ പാചക തൊഴിലാളികളെ സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിനിമം വേതനം നൽകുന്നതും പരിഗണിക്കും. ആത്മാർത്ഥമായ കരളുറപ്പുള്ള ഉത്തരം. അതിൽ സംതൃപ്തരായ തൊഴിലാളികൾ. നവകേരള സദസ്സിന്റെ തുടർ മുഖാമുഖത്തെ അക്ഷരാർത്ഥത്തിൽ തൊഴിലാളികൾ നെഞ്ചേറ്റുകയായിരുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തോട് മുഖാമുഖം ഒരു കാര്യം ചോദിക്കാമെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. കിട്ടിയ ഒരു അവസരം, ഇങ്ങനൊരു അവസരം കിട്ടിയത് വളരെ സന്തോഷമാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയോടൊപ്പം ഒരു വേദിയിൽ ഇരിക്കുന്നത്. അത് അത്രയും ബഹുമാന്യനായ ശ്രീ പിണറായി സഖാവിനോടൊപ്പം ആകുമ്പോൾ അത് വളരെ വളരെ സന്തോഷമുണ്ട്. മുഖാമുഖത്തിലേക്ക് പങ്കിടുകയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിപ്പം കണ്ണൂർ എന്ന് പറഞ്ഞാൽ കണ്ണപ്പം പന്നിയോട് മേഖലയിൽ നിന്ന് വരുന്നതാണ്. ഒരു ST മേഖലയിൽ നിന്ന് ഇത്രയും ദൂരം കൊല്ലത്തേക്ക് നമ്മൾ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. എന്നാലും നമ്മളിവിടെ എത്തിപ്പെട്ട് ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ദൂരത്തു നിന്ന് മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയിലേക്ക് വരുന്നതാണ്. കൊറോണ സമയത്ത് ഞങ്ങളെ ഒരുപാട് താങ്ങി നിർത്തി ഞങ്ങളുടെ സർക്കാർ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു മാസശമ്പളക്കാരോ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ 1600 രൂപ നമുക്ക് പ്രതിമാസവും തന്നുകൊണ്ടിരുന്നു. ഈ കൊറോണ തീരുന്നത് വരെ നമുക്ക് തന്നത് നമുക്കൊരു വലിയ ഒരു ആശ്വാസമായിരുന്നു. ഞങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു 1600 എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ടായിട്ടാണ് നമ്മൾ പാചക തൊഴിലാളി കാണുന്നത്. മുഖാമുഖം പരിപാടിയിൽ ഇപ്പം നമ്മൾ ഒരുപാട് ജനാധിപത്യ വ്യവസ്ഥകളെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ റിയൽ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണെന്ന് നേരിട്ടറിയാനുള്ള ഒരു അനുഭവം ഉണ്ടായി. തൊഴിലാളികളോടും കൂടി സംവദിച്ച് അവരുടെ അഭിപ്രായങ്ങളും കൂടി ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അഭിമാനവും സന്തോഷമുണ്ട്. ഓൺലൈൻ പാഴ്സൽ ഗിഗ് തൊഴിലാളികളുടെ സേവനവേതന വ്യവസ്ഥകൾ പരിശോധിക്കും. ഈ വിഭാഗം തൊഴിലാളികൾക്ക് തർക്കപരിഹാര സംവിധാനം രൂപീകരിക്കും. കശുവണ്ടി, കയർ, കൈത്തറി, മത്സ്യം ഉൾപ്പെടെ പരമ്പരാഗത തൊഴിലാളികളെ സർക്കാർ ചേർത്ത് പിടിക്കും. എല്ലാ തൊഴിൽ മേഖലയിലും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈത്തറി രംഗത്തെ പത്മശ്രീ ഗോപിനാഥൻ, മാധ്യമപ്രവർത്തക KK ഷാഹിന, മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ, സിനി ആർട്ടിസ്റ്റ് അരിസ്റ്റോ സുരേഷ്, ചെത്തുതൊഴിലാളി ഷീജ, ആഴക്കടൽ മത്സ്യബന്ധന തൊഴിലാളി രേഖ കാർത്തികേയൻ, ഗാർഹിക തൊഴിലാളി സുശീല ജോസഫ്, കശുവണ്ടി തൊഴിലാളി O വത്സലകുമാരി, മോട്ടോർ തൊഴിലാളി മുഹമ്മദ് നാസർ, ആനപരിപാലക ഷപ്ന സുലൈമാൻ എന്നിവർ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. 9:30 മുതൽ 1 മണി വരെ നീണ്ട മുഖാമുഖം. അതിലേതാണ്ട് 53ഓളം ചോദ്യങ്ങൾ ഉയർന്നു. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ട് തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഈ ഗവൺമെൻറ് ഉണ്ട് എന്ന ഉറപ്പാണ് തൊഴിലാളികൾക്ക് നൽകിയത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.